മലപ്പുറം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ വി.ആർ. വിനോദ്, ജില്ലാ പോലീസ് മേധാവി ആർ. വിശ്വനാഥ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 20,000 പോളിംഗ് ഉദ്യോഗസ്ഥരെയും സുരക്ഷാ ചുമതലയിൽ പോലീസ് ഉൾപ്പെടെ 10,000-ഓളം പേരെയും നിയോഗിച്ചിട്ടുണ്ട്. 8,381 സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ മത്സരരംഗത്തുള്ളത്. സ്ഥാനാർത്ഥിയുടെ മരണം കാരണം മൂത്തേടം പഞ്ചായത്തിലെ 7-ാം വാർഡിലെ വോട്ടെടുപ്പ് മാറ്റിവച്ചിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ബുധനാഴ്ച ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. 12 മുനിസിപ്പാലിറ്റികളിലും 15 ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ഉൾപ്പെടെ പോളിംഗ് സാമഗ്രികളുടെ 27 സ്വീകരണ വിതരണ കേന്ദ്രങ്ങളാണുള്ളത്. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ വി.ആർ. വിനോദ്, ജില്ലാ പോലീസ് മേധാവി ആർ. വിശ്വനാഥ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവരെയും ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചത്. എന്നോടൊപ്പം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ഷൻ ജനറൽ ഒബ്സർവർ ആസിഫ് IFS ഓഫീസറാണ്. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടറുണ്ട്. മറ്റ് ഉദ്യോഗസ്ഥരുണ്ട്. മലപ്പുറം ജില്ലയിൽ 36,18,851 വോട്ടർമാരാണ് മലപ്പുറം ജില്ലയിലുള്ളത്. നമുക്ക് ഗ്രാമപഞ്ചായത്തുകൾ 94 ഗ്രാമപഞ്ചായത്ത്, 15 ബ്ലോക്ക് പഞ്ചായത്ത്, ഒരു ജില്ലാ പഞ്ചായത്ത്, 12 മുനിസിപ്പാലിറ്റി, അങ്ങനെ 122 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായിട്ട് 2,788 വാർഡുകളാണ് ഉള്ളത്. ഈ ഗ്രാമപഞ്ചായത്തുകളിൽ 2000-ഉം ബ്ലോക്ക് പഞ്ചായത്തിൽ 250-ഉം ജില്ലാ പഞ്ചായത്തിൽ 33-ഉം മുനിസിപ്പാലിറ്റികളിലായിട്ട് 505, അങ്ങനെ 2,788 വാർഡുകളാണ്. ഈ 2,788 വാർഡുകളിലായി 4,343 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത്. റിട്ടേണിംഗ് ഓഫീസർമാർ 131 റിട്ടേണിംഗ് ഓഫീസർമാർ ആണ് ഈ പ്രവൃത്തി ഇലക്ഷൻ സംബന്ധിച്ച പ്രധാന വർക്ക് നിർവഹിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 94 റിട്ടേണിംഗ് ഓഫീസർമാരും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 15 പേരും ജില്ലാ പഞ്ചായത്തിലേക്ക് ജില്ലാ കളക്ടറാണ് റിട്ടേണിംഗ് ഓഫീസർ. മുനിസിപ്പാലിറ്റി 12 മുനിസിപ്പാലിറ്റികളായി 21 റിട്ടേണിംഗ് ഓഫീസർമാർ, അങ്ങനെ 131 റിട്ടേണിംഗ് ഓഫീസർമാരാണ് മലപ്പുറം ജില്ലയിലുള്ളത്. സ്ഥാനാർത്ഥികൾ സ്ത്രീകൾ 4,018 സ്ഥാനാർത്ഥികൾ സ്ത്രീകളാണ്. 4,363 സ്ഥാനാർത്ഥികൾ പുരുഷന്മാരാണ്. ആകെ 8,381 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. തെരഞ്ഞെടുപ്പിന് വേണ്ടി ബാലറ്റ് യൂണിറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ബാലറ്റ് യൂണിറ്റുകളും EVM ക്രമീകരിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിലായി 14,490 ബാലറ്റ് യൂണിറ്റും മുനിസിപ്പാലിറ്റികളിലേക്കായി 770 ബാലറ്റ് യൂണിറ്റുകളും, അങ്ങനെ 15,260 ബാലറ്റ് യൂണിറ്റുകളും. കൺട്രോൾ യൂണിറ്റുകൾ ഗ്രാമപഞ്ചായത്തിലേക്കായി 4,830-ഉം മുനിസിപ്പാലിറ്റികളായി 770-ഉം, അങ്ങനെ 5,600 കൺട്രോൾ യൂണിറ്റുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വേണ്ടി 20,848 ഉദ്യോഗസ്ഥരെ പോളിംഗ് ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. അതിൽ 17,372 പേർ പോളിംഗ് സ്റ്റേഷനുകളിലും 3,476 പേരെ റിസർവായിട്ടുമാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ നടക്കും. അതിനുവേണ്ടി ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 15 സ്ഥലങ്ങളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിലേക്ക് 12 സ്ഥലങ്ങളിൽ നിന്നും, അങ്ങനെ 27 സ്ഥലങ്ങളിൽ നിന്നാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നതും പോളിംഗിന് ശേഷം EVM സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നതും 27 സ്ഥലങ്ങളിലായിട്ടാണ്. ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. മൂത്തേടം ഗ്രാമപഞ്ചായത്ത് വാർഡ് 7 പായിപ്പാടം വാർഡിലെ സ്ഥാനാർത്ഥി മരണപ്പെട്ടതുകൊണ്ട് വോട്ടെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. അതേസമയം ആ പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള വോട്ട് ചെയ്യേണ്ടതായിരിക്കും. ജില്ലയിൽ 17,40,280 പുരുഷന്മാരും 18,78,520 സ്ത്രീകളും 51 ട്രാൻസ്ജെൻഡറും ഉൾപ്പെടെ 36,18,851 വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അർഹരായി ജില്ലയിലുള്ളത്. മൂത്തേടം ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി മരണപ്പെട്ടതിനാൽ ഈ വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്.
94 ഗ്രാമപഞ്ചായത്തുകളാണ് ജില്ലയിലുള്ളത്. തെരഞ്ഞെടുപ്പിനായി 4343 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. 20,848 പോളിംഗ് ഉദ്യോഗസ്ഥരെ ജില്ലയിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. 4343 വീതം പ്രിസൈഡിംഗ് ഓഫീസർമാരും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരും 8686 പോളിംഗ് ഓഫീസർമാരും വിവിധ പോളിംഗ് ബൂത്തുകളിൽ ഡ്യൂട്ടിയിലുണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമാധാനപരമായ നടത്തിപ്പിനായി ഒരുക്കങ്ങളും സജ്ജമാണെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു. ജില്ലയിൽ വിപുലമായിട്ടുള്ള പോലീസ് സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 5000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് നമ്മൾ മൊത്തത്തിൽ നിയോഗിച്ചിരിക്കുന്നത്. അതിൽ ജില്ലയിൽ നിന്നുള്ള 2000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് തെക്കൻ ജില്ലകളിൽ നിന്ന്, അത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി മുതലായ ജില്ലകളിൽ നിന്ന് കൂടുതലും, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് ചെറിയ തോതിലും പോലീസ് ഉദ്യോഗസ്ഥരെ, ഏതാണ്ട് 3000-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥരെ മറ്റ് ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തുള്ള എക്സൈസ്, ഫോറസ്റ്റ്, മോട്ടോർ വാഹന വകുപ്പ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഈ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ജില്ലയിലെ ഇലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് എത്തുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായിട്ട്, അതായത് NCC കാഡറ്റ്സും സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്സും അത്തരത്തിലുള്ള കുട്ടികളെ ഏതാണ്ട് 1700-ഓളം പേരെ അതും നിയോഗിച്ചിട്ടുണ്ട്. ജില്ലയിൽ മൊത്തം 277 സെൻസിറ്റീവ് ബൂത്തുകൾ, അത് പ്രശ്ന സാധ്യത കണക്കിലെടുത്തുകൊണ്ടുള്ള ബൂത്തുകളും 18 ഹൈപ്പർ സെൻസിറ്റീവ് ബൂത്തുകളും, അതും ഏതെങ്കിലും രീതിയിലുള്ള പൊളിറ്റിക്കൽ സെൻസിറ്റിവിറ്റീസ് ഉള്ള ബൂത്തുകളുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അവിടെ അഡീഷണൽ മാൻ പവർ, അഡീഷണൽ സ്ട്രെങ്ത് ഡിപ്ലോയ് ചെയ്യുന്നതായിരിക്കും. മുൻകാലങ്ങളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്ന ചില സ്ഥലങ്ങളിലെ ബൂത്തുകളിലും പ്രിക്കോഷണറി ആയിട്ട് നമ്മൾ അഡീഷണൽ ഡിപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ജില്ലയിൽ എൻറ്റയർ ഡിപ്ലോയ്മെൻറ്റ് സംവിധാനം 10 DYSPമാരുടെ ചുമതലയിലായിരിക്കും നടക്കുക. ഈ 10 DYSPമാരുടെ കീഴിലായിട്ട് ഗ്രൂപ്പ് തിരിച്ച് പെട്രോളിംഗ് സംവിധാനവും SHOമാരുടെ നേതൃത്വത്തിലുള്ള സ്ട്രൈക്കർ ഫോഴ്സുകളും ജില്ലയിലുടനീളം ഉണ്ടാവും. നാളെ രാവിലെ മുതൽ ഈ പോളിംഗ് സാമഗ്രികളും പോളിങ്ങിന് വരുന്ന ഉദ്യോഗസ്ഥരെയും മൂവ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള പോലീസ് പ്രൊട്ടക്ഷൻ അവർക്ക് നൽകുന്നതായിരിക്കും. ഇന്നത്തെ പരസ്യ പ്രചരണം അവസാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കലാശക്കൊട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളായിട്ടും പോലീസ് മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വളരെ പീസ്ഫുള്ളായിട്ട് തന്നെ അത് കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. യാതൊരു രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളും ഇലക്ഷന് മുൻപോ ഇലക്ഷൻ സമയത്തോ അതിനുശേഷമോ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ജില്ലാ പോലീസ്, ജില്ലാ അഡ്മിനിസ്ട്രേഷനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വളരെ ഫ്രീ, ഫെയർ, പീസ്ഫുൾ ആയിട്ടൊരു ഇലക്ഷനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനായിട്ട് വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.